എന്താണ് ഫിസിക്സിന്റെ ബാക്കിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്നലെ കഴിഞ്ഞതിന്റെ ബാക്കി. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ് മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ് ആണ് നമ്മുടെ ചാപ്റ്റർ അല്ലേ, ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ് 8 മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ്. അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ചത് ലെങ്ത് മെഷർ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. ബേസിക് ലെങ്ത്തിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പഠിച്ചു, മീറ്റർ ആണെന്ന് പഠിച്ചു, സിമ്പിൾ എം ആണെന്ന് പഠിച്ചു. പിന്നെ അതിന്റെ ലെങ്ത്തിന്റെ ഡിഫറെന്റ് ഫോംസ് ഓഫ് മെഷർമെന്റ് പഠിച്ചു അല്ലേ. അങ്ങനെയൊക്കെ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യാം. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മീറ്റർ ആണ് ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്. പിന്നെ മീറ്ററിനെക്കാളും ചെറിയ യൂണിറ്റ് എന്തോരും സെന്റിമീറ്റർ എന്താണെന്ന് പഠിച്ചു. സെന്റിമീറ്ററിനെക്കാളും ചെറുതെന്ന് പഠിച്ചു നമ്മൾ മില്ലിമീറ്റർ ആണെന്ന് പഠിച്ചു അല്ലേ. നമ്മൾ പിന്നെ എങ്ങനെയാണ് ഒരു തിക്നെസ് ഓഫ് എ പേപ്പർ എങ്ങനെ മെഷർ ചെയ്യാമെന്ന് പഠിച്ചു. അതിന് കർവ്ഡ് ലൈൻ എങ്ങനെ മെഷർ ചെയ്യാമെന്ന് പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലെറ്റ്സ് മെഷർ ദ ഡയമീറ്റർ ഓഫ് എ സ്പിയർ. ഒരു സ്പിയറിന്റെ ഡയമീറ്റർ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യാം. സ്പിയർ എന്ന് പറഞ്ഞാൽ അറിയാം, റൗണ്ട് ആയിട്ട് ഇങ്ങനെ ബോൾ, ക്രിക്കറ്റ് ബോളോ ടെന്നീസ് ബോളോ ഒക്കെ സ്പിയർ ഷേപ്പിലാണ് ഇരിക്കുന്നത് അല്ലേ. അതിന് ഡയമീറ്റർ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഡയമീറ്റർ അറിയാമല്ലോ അല്ലേ. രണ്ട് സ്ട്രെയിറ്റ് ലൈൻ നടുക്കേക്കൂടെ പോണ ഒരു സ്ട്രെയിറ്റ് ലൈനാണ്, സെൻറ്ററിൽ കൂടെ പാസ് ചെയ്ത് പോണ സ്ട്രെയിറ്റ് ലൈനാണ് നമ്മൾ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഡയമീറ്റർ എങ്ങനെ മെഷർ ചെയ്യുക. നമ്മൾ സ്കെയിൽ വെച്ച് മെഷർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, അതിൻ്റെ ഷേപ്പ് എന്താണ്, സ്പെറിക്കലാണ് അല്ലേ, റൗണ്ടിലിരിക്കുക. പിന്നെ മെഷർ ചെയ്യണമെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നത് അവിടെ ബോൾ മുറിച്ചിട്ട് വേണം മെഷർ ചെയ്യാൻ. അപ്പോൾ നമുക്കത് പ്രായോഗികമല്ല അല്ലേ. ബോൾ മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ബോളിന് ഡാമേജ് പറ്റാണ്ട് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഫിഗർ 8.8 നോക്കിയേ. ഫിഗർ 8.8 തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ബോളിന് രണ്ട് വശവും നമ്മളൊരു ബ്ലോക്ക് വെച്ചിട്ട് ആ ബോളിനെ ടൈറ്റ് ആക്കി നിർത്താം. എന്നിട്ട് എന്ത് നിർത്താൽ മതി, ആ ബോളിൻ്റെ ഡയമീറ്റർ കാണാൻ ആ ഫിഗറിൽ നോക്കുമ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റും അല്ലേ. ആ ബോളിൻ്റെ ഡയമീറ്റർ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് മെഷർ ചെയ്തെടുക്കാം. എന്താണ്, ആ ബ്ലോക്കുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും എന്ത്, ഈ ബോളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ബോൾ എടുക്കുക, രണ്ട് വുഡൻ പീസസ് സൈഡിൽ വയ്ക്കുക, സ്കെയിലിട്ട് മെഷർ ചെയ്ത് നോക്കുക. ആ മെഷർമെൻറ്റ് നിങ്ങളുടെ സയൻസ് ഡയറിയിലൂടെ ഫില്ല് ചെയ്യുക. എളുപ്പമുള്ളതല്ലേ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊന്നുകൂടെ നമ്മൾ ആ താഴത്തെ ബോക്സിലേക്കാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ്, ദ ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് മീറ്റർ. ലെങ്ത്തിന്റെ ബേസിക് യൂണിറ്റ് എന്താണെന്ന് പഠിച്ചു, മീറ്റർ ആണെന്ന് പഠിച്ചു. എന്താണ് സ്മോളർ യൂണിറ്റ്, ലെങ്ത്തിന്റെ സ്മോളർ യൂണിറ്റ്സ് ഏതൊക്കെയാണ്, സെന്റിമീറ്റർ പഠിച്ചു അല്ലേ, മില്ലിമീറ്റർ പഠിച്ചു. ഇനി അതിനേക്കാളും ചെറിയ യൂണിറ്റ്സ് ഉണ്ട്, ഏതൊക്കെയാണ്, മൈക്രോമീറ്റർ ഉണ്ട്, നാനോമീറ്റർ. അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾക്ക് മില്ലിമീറ്റർ വരെ നിങ്ങൾക്ക് ഉള്ളൂ. എൻ്റെ പേര് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. എന്താണ്, ഏറ്റവും വലിയത് മീറ്റർ ആണ്. മീറ്റർ കഴിഞ്ഞിട്ട് വരുന്നത് എന്താണ്, ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ലെങ്ത്തിന്റെ ബേസിക് യൂണിറ്റ് മീറ്റർ അല്ലേ, മീറ്റർ. മീറ്ററിനേക്കാൾ സ്മോൾ എന്താണ്, സെന്റിമീറ്റർ. സെന്റിമീറ്ററിനേക്കാൾ ചെറുത് എന്താണ്, മില്ലിമീറ്റർ. മില്ലിമീറ്ററിനേക്കാൾ ചെറുതാണ് നാനോമീറ്റർ, മൈക്രോമീറ്റർ. മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് മൈക്രോമീറ്ററിനെ കേട്ടോ, മൈക്രോമീറ്ററിനേക്കാൾ ചെറുതാണ് നാനോമീറ്റർ. നാനോമീറ്റർ NN. അപ്പോൾ ഏറ്റവും വലുത് മീറ്റർ, ചെറിയ ചെറിയ അളവുകളാണ് മീറ്റർ, സെന്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ ആൻഡ് നാനോമീറ്റർ. ഇതാണ് മീറ്ററിന്റെ അളവുകൾ. ഏറ്റവും വലുത് തുടങ്ങി ഏറ്റവും ചെറുത് വരെയാണ് ഞാൻ എഴുതിയത്. പിന്നെന്താണ്, ഇനി ബിഗ്ഗർ, ഇനി മുകളിലേക്കുള്ള മീറ്ററിനേക്കാൾ വലുതുണ്ട് അല്ലേ. മീറ്ററിനേക്കാൾ വലിയത് കുറേ ദൂരം അളക്കാനുണ്ട്, കുറേ ലെങ്ത് അളക്കാനുണ്ടെങ്കിൽ. ഇപ്പോൾ റോഡൊക്കെ നമ്മൾ മീറ്ററിൻ്റെ കണക്കിലാണ് പറയാം. ഇപ്പം നമ്മൾ എറണാകുളം തുടങ്ങി തൃശ്ശൂർ വരെയുള്ള ദൂരം മീറ്ററിൻ്റെ കണക്കിലാണ് പറയാം. അല്ലെങ്കിൽ മില്ലിമീറ്റർ സെന്റിമീറ്റർ ഒക്കെ നമുക്ക് സ്കെയിൽ വെച്ച് കളന്ന് പോകാൻ എളുപ്പമാണ് അല്ലേ. അപ്പം മീറ്ററിനേക്കാളും വലിയത് എന്തിനൊക്കെ പറയാം, ബിഗ്ഗർ ഡിസ്റ്റൻസ് ബിഗ്ഗർ ലെങ്ത് നമ്മൾ എന്തെല്ലാം മെഷർ ചെയ്യാം, കിലോമീറ്റർ. അപ്പം മീറ്ററിനേക്കാളും മുകളിലാണ് എന്ത്, കിലോമീറ്റർ കിടപ്പുണ്ട്. കിലോമീറ്റർ റോഡൊക്കെ നമ്മൾ എന്താ പറയുക, കിലോമീറ്റർ ആണ് അല്ലേ. ഇപ്പം എറണാകുളത്ത് നിന്ന് തൃശ്ശൂർക്ക് ഇത്ര കിലോമീറ്റർ അല്ലേ, ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിക്ക് ഇത്ര കിലോമീറ്റർ. അപ്പം ബിഗ്ഗർ മെഷർമെന്റ്സ്, ബിഗ്ഗർ ലെങ്ത് ഒക്കെ നമ്മൾ എന്തിൽ പറയും, കിലോമീറ്ററിൽ പറയും. മനസ്സിലായോ. അപ്പം ലെങ്ത്തിന്റെ യൂണിറ്റ് മെഷർ ചെയ്യാനുള്ള യൂണിറ്റ്സ് ഇതൊക്കെയാണ്, കിലോമീറ്റർ, മീറ്റർ, സെന്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, നാനോമീറ്റർ. പക്ഷെ ബേസിക് യൂണിറ്റ് എന്താണ്, ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. ലെങ്ത്തിന്റെ ബേസിക് യൂണിറ്റ് മീറ്റർ ആണ്. ബാക്കി യൂണിറ്റ്സ് നമ്മൾ ചെറിയ അളവുകളും വലിയ അളവുകളൊക്കെ അളക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള യൂണിറ്റ്സ് കൂടി നമ്മൾ ഉപയോഗിക്കാറുണ്ടെന്ന് മാത്രം. അപ്പോൾ നോക്കാം. ഇനി വി യൂസ് ബിഗർ യൂണിറ്റ്സ് ലൈക്ക് കിലോമീറ്റർ ടു മെഷർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേസസ് പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, യൂണിറ്റ്സ് ലൈക്ക് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, ലൈറ്റ് ഇയർ, പാരലിറ്റിക് സെക്കൻഡ്, നോൺ ആസ് പാർസെക് എന്ന് പറയും. അതൊക്കെ നമ്മൾ എന്തിനാണ് നോക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ ഭൂമിയിലുള്ള കാര്യങ്ങൾ പറയുന്നത് അല്ലേ. ഇനി നമ്മൾ എന്താണ്, സോളാർ സിസ്റ്റത്തിലേക്ക് പോവാണ്. സോളാർ സിസ്റ്റത്തിൻ്റെ സ്പേസിലേക്ക് പോകാം. സോളാർ സിസ്റ്റത്തിൽ എന്താണ്, ഇപ്പം
സണ്ണും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ നമ്മൾ കിലോമീറ്ററിലാണ് പറയാൻ പറ്റുമോ? അത് നമ്മൾ മില്ലിമീറ്റർ സെൻറ്റിമീറ്ററിലൊക്കെ പറയാൻ പറ്റുമോ എന്നാണ് നോക്കാൻ പോകാം. നമുക്ക് നമുക്ക് ജസ്റ്റ് വായിച്ച് നോക്കാം എന്താ സംഭവം. ആർ യൂസ്ഡ് ഫോർ മെഷറിംഗ് ഡിസ്റ്റൻസ് ടു പ്ലാനറ്റ്സ് ഓർ സ്റ്റാർസ് അല്ലേ. പിന്നെ 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞു അല്ലേ. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അല്ലെങ്കിൽ AU എന്നാണ് ഷോർട്ട് ഫോം. AU എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നുണ്ട്. 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഈസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ഫ്രം എർത്ത് ടു ദ സൺ. ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള ഒരു ഏകദേശ ഡിസ്റ്റൻസ്, കറക്റ്റ് ഡിസ്റ്റൻസ് അല്ല, ആവറേജ് ഡിസ്റ്റൻസ് ആണ്, ഏകദേശ ദൂരത്താണ് എന്ത് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരമാണ് എന്തെന്ന് പറയുന്നത് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരമാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ബാക്കി എന്താ നോക്കാം. ഇനി 1 ആസ്ട്രോണമിക്കൽ ദിസ് ഈസ് ഞാൻ ദൂരം എത്രയാണെന്നാണ് പറയുന്നത്. ദിസ് ഡിസ്റ്റൻസ് ഈസ് അപ്രോക്സിമേറ്റ്ലി 15 crore കിലോമീറ്റർ. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം എത്രയാണ്? 15 crore കിലോമീറ്റർ. 15 കോടി കിലോമീറ്റർ ആണ് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പം എന്താണ് പറഞ്ഞത്? ആസ്ട്രോണമിക്കൽ യൂണിറ്റിൽ AU എന്നാണ് ഷോർട്ട് ഫോമിൽ പറയാം. എന്താണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്? ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ ഡിസ്റ്റൻസ് ആണ്? ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് നമ്മൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ആവറേജ് ഡിസ്റ്റൻസ് എന്താണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്? എന്താണ് 15 crore കിലോമീറ്റേഴ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം എന്താണ് 15 കോടി കിലോമീറ്റർ ആണ് അല്ലേ. അപ്പം നമുക്ക് സ്ഥലങ്ങളിലൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന മുകളിലാണല്ലേ. 15 കോടി കിലോമീറ്റർ ആണ് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം എന്നാണ് പറയുന്നത്. ഇനി ഒരു ലൈറ്റ് ഇയർ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എന്താണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്താണെന്ന് വെച്ചാൽ എന്ത് പറയണം? ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് സൺ. എത്രയാണത്? 15 crore കിലോമീറ്റേഴ്സ് ആണ് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് പഠിച്ചു. ഇനിയും നമ്മൾ ലൈറ്റ് ഇയർ ആണ് പഠിക്കാൻ പോകുന്നത്. ലൈറ്റ് ഇയർ എന്താണെന്ന് നോക്കാം. ലൈറ്റ് ഇയർ ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1 year. ഒരു കൊല്ലം കൊണ്ട് ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരം അതാണ് എന്ന് പറയുന്നത് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഒരു കൊല്ലം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് നമ്മൾ ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. നിങ്ങൾ എഴുതി വെക്കട്ടോ. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്താ, ലൈറ്റ് ഇയർ എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ 1 light year ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1 year. ഒരു കൊല്ലം കൊണ്ട് നമ്മുടെ പ്രകാശം അല്ലെങ്കിൽ ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം, അതിൻ്റെ ദൂരം എത്രയാണെന്ന് നോക്കാം. ഇൻ വാക്വം ലൈറ്റ് ട്രാവൽസ് 3 lakh kilometer in 1 second. ഒരു സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്ന കിലോമീറ്റർ എത്രയാണെന്ന് നോക്കി. 3 lakh kilometer. 3 ലക്ഷം കിലോമീറ്റർ ആണ് ഒരു സെക്കൻഡിൽ പ്രകാശം സഞ്ചരിക്കുന്നത്. അതൊക്കെ 3 ലക്ഷം കിലോമീറ്റർ. ലൈറ്റ് ട്രാവൽസ് 3 lakh kilometers in 1 second. ചിന്തിക്കാൻ പറ്റുന്ന അപ്പുറത്താണ് അല്ലേ. ഒരു സെക്കൻഡിൽ നമ്മൾ ഇങ്ങനെ കാണിക്കുന്ന സമയം കൊണ്ട് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് 3 ലക്ഷം കിലോമീറ്റർ ലൈറ്റ് ട്രാവൽ ചെയ്യും ഒരു സെക്കൻഡിൽ. മനസ്സിലായോ? അപ്പോൾ എത്ര ഡിസ്റ്റൻസ് ആയിരിക്കും ഒരു കൊല്ലം കൊണ്ട് ട്രാവൽ ചെയ്യുക? അത് നമുക്ക് കണ്ടുപിടിക്കാം. ഒരു കാര്യം പഠിച്ചില്ല, പാർസെക് അല്ലെങ്കിൽ പാരലറ്റിക് സെക്കൻഡ് എന്നാണ് നമ്മൾ പാർസെക് എന്ന് പറയുന്നത്. പാരലറ്റിക് സെക്കൻഡ് എന്ന് പറയുന്നത് 3.26 ലൈറ്റ് ഇയറിനാണ് നമ്മൾ ഒരു പാർസെക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാരലറ്റിക് സെക്കൻഡ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ചോദിക്കാം, ഇത് ചോദിക്കും 1 പാർസെക് ഈസ് ഡാഷ് എന്ന് ചോദിക്കാറുണ്ട്, ഡാഷ് ലൈറ്റ് ഇയർ. 1 പാർസെക് ഈസ് 3.26 ലൈറ്റ് ഇയർ. ഈ മൂന്നും അല്ലേ. ഇതുമാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. അതേപോലെ ലൈറ്റ് ഇയർ LY എന്നാണ് ലൈറ്റ് ഇയർ നമ്മൾ പറയുന്നത്. LY അല്ലെങ്കിൽ പാർസെക്, പാരലറ്റിക് സെക്കൻഡ്, പാർസെക് എന്ന് ഇങ്ങനെ പറയും. ഇത് മൂന്നും നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് മൂന്നും ഈ മെഷർമെൻറ്റ്സ് ആസ്ട്രോണമിക്കൽ യൂണിറ്റും ലൈറ്റ് ഇയർ, ആസ്ട്രോണമിക്കൽ യൂണിറ്റ് AU, ലൈറ്റ് ഇയർ LY, പാരലറ്റിക് സെക്കൻഡ് അല്ലെങ്കിൽ പാർസെക്. ഇത് മൂന്നും നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഭൂമിയിലല്ല, നമ്മൾ സ്പേസിലാണ് ഉപയോഗിക്കുന്നത്. എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലാനറ്റ്സിന് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സ്റ്റാർസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ 3 യൂണിറ്റ്സ് ഉപയോഗിക്കുക. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റായ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞു. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഈസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത്. സണ്ണും എർത്തും തമ്മിലുള്ള ദൂരമാണ് എന്ത് വെച്ച് കണ്ടുപിടിക്കുന്നത്? നമ്മൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് വെച്ച് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ AU എന്ന് പറയുന്നതാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത് അല്ലേ. സണ്ണും സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്.
അപ്പോൾ എത്രയോ എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം ഇതെന്ന് പറയുന്നത് 50 crore കിലോമീറ്റർ ആണെന്ന് അല്ലേ. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 15 കോടി കിലോമീറ്റർ ആണെന്ന് പറഞ്ഞു. ഇനി എന്താണ് ലൈറ്റ് ഇയർ? ഇതാണ് ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ്. ലൈറ്റ് ട്രാവൽസ് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ലൈറ്റ് ഇൻ 1 year. ഒരു വർഷം കൊണ്ട് ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് 1 light year. ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് in 1 year. അതാണ് ലൈറ്റ് ഇയർ. അത് എത്ര വരും എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എത്രയാന്ന് പറഞ്ഞു? ഒരു സെക്കൻഡിൽ അത് ട്രാവൽ ചെയ്യുന്നത് 3 lakh കിലോമീറ്റർ ആണ് ഒരു സെക്കൻഡിൽ. അപ്പോൾ 3 lakh കിലോമീറ്റർ. 3 lakh kilometer in 1 second. അതുകൊണ്ട് ശ്രദ്ധിക്കണ്ട, ഒരു സെക്കൻഡിലാണ് 3 ലക്ഷം കിലോമീറ്റർ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. ഇനി നമുക്ക് പറഞ്ഞാൽ പഠിക്കുന്നത് പാർസെക് അല്ലേ. പാർസെക് എന്ന് പറയുന്നത് എന്താണ്? 3.26 ലൈറ്റ് ഇയറിനെയാണ് നമ്മൾ പാർസെക് ആയിട്ട് പറയുന്നത്. 3.26 ലൈറ്റ് ഇയറിനെയാണ് നമ്മൾ ഒരു പാർസെക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ 3 പുതിയ യൂണിറ്റാണ് പഠിച്ചത്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, ലൈറ്റ് ഇയർ ആൻഡ് പാർസെക്. അപ്പോൾ നിങ്ങളിത് സ്റ്റോർത്ത് വയ്ക്കാം കേട്ടോ. നമുക്ക് പോവാം അടുത്തയിലേക്ക്. നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പോവാണ്. നിങ്ങൾക്ക് താഴെ 1 കിലോമീറ്റർ = 100 മീറ്റർ അത് തന്നിട്ട് നമുക്ക് അധികം ആവശ്യമില്ല, നമുക്ക് പരീക്ഷിക്കാൻ ചോദിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് താഴത്തേക്ക് പോവാം. ഓൺ ദി ബേസിസ് ഓഫ് ദി ഗിവൺ ഇൻഫോർമേഷൻ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ എന്താണ് ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലേ. ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അത് ആൻസർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം. The use of plastic carry bags having thickness below the stipulated level has been prohibited. In which unit the thickness of such bags expressed? എന്താണ് ഇപ്പോൾ നമുക്കറിയാം അല്ലേ, പ്ലാസ്റ്റിക് ബാഗ്സ് ഒക്കെ നിരോധിച്ചു അല്ലേ. ഇപ്പോൾ നമുക്ക് കടകളിൽ സാധനം മേടിക്കാൻ നമുക്ക് പ്ലാസ്റ്റിക് ബാഗ്സ് കിട്ടില്ല. പ്ലാസ്റ്റിക് ബാഗ്സിന് എന്താണ് പ്ലാസ്റ്റിക് ബാഗ് കിട്ടും, പക്ഷെ റീയൂസബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ആ പ്ലാസ്റ്റിക് ബാഗ്സ് ഒക്കെ റീയൂസബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബാഗ്സ് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അല്ലെങ്കിൽ അതിനെ ആ പ്ലാസ്റ്റിക് ബാഗ്സിൻ്റെ തിക്നെസ്സിനെയൊക്കെ നമ്മളൊരു മെഷറിൽ വെച്ചാണ് അളക്കുന്നത്. ആ മെഷറിനെ പറയുന്ന പേരാണ് മൈക്രോൺ. മൈക്രോണിലാണ് പ്ലാസ്റ്റിക് ബാഗ്സിന് നമ്മൾ മെഷർ ചെയ്യുക. അപ്പോൾ ഇത്ര മൈക്രോണിന് മുകളിലുള്ള പ്ലാസ്റ്റിക് ബാഗുകൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാസ്റ്റിക് ബാഗുകൾ ഭൂമിയിലേക്ക് അലിഞ്ഞു ചേരില്ല, അതിങ്ങനെ വേസ്റ്റ് ആയിട്ട് കിടക്കും. ഇത്രയും മൈക്രോണിന് താഴെ കറക്റ്റായിട്ട് മൈക്രോൺ ഓർമ്മയില്ല, 0.5 നോക്കിയിട്ട് പറയാം. മൈക്രോണിലാണ് പ്ലാസ്റ്റിക് ബാഗിൻ്റെ കനം നമ്മൾ ചോദിച്ചത്. ഏത് ഇൻ വിച്ച് യൂണിറ്റ് ഈസ് ദ തിക്നെസ് ഓഫ് സച്ച് ബാഗ്സ് എക്സ്പ്രസ്ഡ് എന്നാണ് അല്ലേ. ഏത് യൂണിറ്റിലാണ് പ്ലാസ്റ്റിക് ബാഗിൻ്റെ തിക്നെസ് എക്സ്പ്രസ് ചെയ്തതാണ് ചോദ്യം. അപ്പോൾ ഏത് യൂണിറ്റാണ്? മൈക്രോൺസ്. മൈക്രോൺസ് എന്നുള്ള യൂണിറ്റിലാണ് മൈക്രോൺസ് എന്ന യൂണിറ്റിലാണ് പ്ലാസ്റ്റിക് ബാഗിൻ്റെ കനം നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ മൈക്രോൺസിൻ്റെ വലിയ മൈക്രോൺ കൂടിയ മൈക്രോൺസ് ഉള്ള ഇപ്പോഴത്തെ എന്താണ് പ്ലാസ്റ്റിക് ബാഗ് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് നോക്കിയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ എന്താണ് യൂണിറ്റ് പ്ലാസ്റ്റിക് ബാഗിൻ്റെ തിക്നെസ് അളക്കുന്ന യൂണിറ്റാണ് മൈക്രോൺസ്. അതാണ് ചോദ്യം. അതിന് ഉത്തരം എന്താണ്? മൈക്രോൺസ്. ഡിസ്റ്റൻസ് ഫ്രം എർത്ത് ടു എ പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം ഈസ് 4 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. AU എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? AU എന്ന് പറയുന്നത് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. സോളാർ സിസ്റ്റത്തിലെ എർത്തും ഒരു പ്ലാനറ്റും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 4 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. വാട്ട് ഡു യു മീൻ ബൈ ദിസ്? എന്താണ് ഇതുകൊണ്ട് അർത്ഥം? എന്താണ് സോളാർ സിസ്റ്റത്തിലെ നമ്മുടെ എർത്തും ഒരു പ്ലാനറ്റും തമ്മിലുള്ള ദൂരം 4 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. വാട്ട് ഡു യു മീൻ ബൈ ദിസ്? എന്താണ്? അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് പഠിച്ചു? എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അല്ലേ. എർത്തും വേറെ പ്ലാനറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് 4 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ 4 ഇരട്ടിയാണ് ഭൂമിയും ഇപ്പം നമുക്ക് പറഞ്ഞിട്ടുള്ള പ്ലാനറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ. ഇപ്പം നമ്മളോട് ചോദിച്ചത് 4 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താവുന്ന? അപ്പോൾ എന്തായിരിക്കും? ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തിൻ്റെ 4 മടങ്ങായിരിക്കും ഇപ്പം നമ്മൾ ചോദിച്ച ഭൂമിയും ആ പ്ലാനറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഭൂമിയിലേക്ക് വളരെ വളരെ അകലെയായിരിക്കും ആ പ്ലാനറ്റ് ഇരിക്കുക. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 15 crore കിലോമീറ്റർ ആണ് അല്ലേ. ഒരു AU എന്ന് പറയുന്നത് എന്താണ്? 15 crore കിലോമീറ്റർ. അപ്പോൾ 4 AU എന്ന് പറയുമ്പോൾ എന്താവും? 4 AU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 × 4 crore കിലോമീറ്റർ ആയിരിക്കും ആ നമ്മുടെ എർത്തും
തന്നിരിക്കുന്ന ബ്ലാക്കും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്റ്റൻസ് അത്രയും കൂടുതലായിരിക്കും. അതാണ് അതിൻ്റെ അർത്ഥം. Find out how many kilometers in one light year and write it down in your science diary. ഒരു ലൈറ്റ് ഇയറിൽ എത്ര കിലോമീറ്റർ ഉണ്ടെന്നാണ് ചോദ്യം. ലൈറ്റ് ഇയറിൽ എത്ര കിലോമീറ്റർ, ഹൗ മെനി കിലോമീറ്റർ ഇൻ വൺ ലൈറ്റ് ഇയർ. അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചത്? ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര 3 lakh കിലോമീറ്റർ ഇൻ 1 സെക്കൻഡ് അല്ലേ. ഒരു കൊല്ലം കൊണ്ട് ലൈറ്റ് എന്തോ സഞ്ചരിക്കുന്നതാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ ഒരു സെക്കൻഡിൽ ലൈറ്റ് എത്ര സഞ്ചരിക്കും? ഒരു സെക്കൻഡിൽ ലൈറ്റ് സഞ്ചരിക്കുന്നത് എത്രയാണ്? 3 lakh, 3 ലക്ഷം അല്ലേ. ഒരു സെക്കൻഡിൽ 3 ലക്ഷം അത് സഞ്ചരിക്കും. ഒരു സെക്കൻഡിൽ 3 ലക്ഷം. അപ്പോൾ ഒരു മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര സെക്കൻഡാണ്? 60 സെക്കൻഡ് അല്ലേ. 60 സെക്കൻഡ് എന്ന് പറയുന്നതാണ് 60. ഒരു മണിക്കൂർ നമുക്ക് എങ്ങനെ എഴുതാം? 60 മണിക്കൂർ. ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇൻറ്റു എന്ന് പറയാം മണിക്കൂർ. എന്താണ്? 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡിൽ. അപ്പോൾ ഒരു മിനിറ്റിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ഇൻറ്റു 60 ചെയ്തു. കാരണം എന്താ? ഒരു മിനിറ്റ് ഈക്വൽ ടു 60 സെക്കൻഡ് ആണ്. ഇത് എത്ര മണിക്കൂറിൽ അല്ലേ. മണിക്കൂർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. അപ്പോൾ നമ്മൾ മണിക്കൂർ കണ്ടുപിടിക്കാൻ ഇൻറ്റു 60 ചെയ്യുക. ഇനി എത്ര മണിക്കൂറുണ്ട് ഒരു ദിവസം? 24 മണിക്കൂറുണ്ട്. അപ്പോൾ ഇൻറ്റു 24. ഇനി ഒരു കൊല്ലം എത്ര ദിവസമുണ്ട്? ഇൻറ്റു 365. നിങ്ങൾക്ക് ചോദിക്കില്ല, ജസ്റ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത്രയായിരിക്കും ലൈറ്റ് ഒരു കൊല്ലം കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്. ഒരു സെക്കൻഡിൽ 3 lakh ആണ്. അപ്പോൾ അതൊരു മിനിറ്റിലാവുമ്പോൾ എന്താ? ഇൻറ്റു 60 ചെയ്യുക. അതൊരു മണിക്കൂറിൽ കണ്ടുപിടിക്കാൻ ഇൻറ്റു 60 വീണ്ടും ചെയ്യുക. അത് 24 മണിക്കൂറുണ്ട് അല്ലേ. അപ്പോൾ ഇൻറ്റു 24 ചെയ്യുക. ഇനി ഇത് എത്ര ദിവസമുണ്ട്? 365 ദിവസവും ലൈറ്റ് ട്രാവൽ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു കൊല്ലം ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് നിങ്ങൾ ജസ്റ്റ് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾക്കത് പരീക്ഷിക്കാൻ ചോദിക്കൊന്നുമില്ല. ജസ്റ്റ് കാൽക്കുലേറ്റർ ചെയ്ത് നിൽക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 9.46 ഇൻറ്റു 10⁻12 കിലോമീറ്റർ എന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ. ഞാൻ പറഞ്ഞില്ല, ഒരു സെക്കൻഡിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് 3 lakh അല്ലേ. അപ്പോൾ ഒരു മിനിറ്റിൽ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ഒരു മിനിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 60 സെക്കൻഡ് അല്ലേ. അപ്പോൾ ഇൻറ്റു 60 ചെയ്തു. ഇനി ഒരു മണിക്കൂറിലാണ് കണ്ടുപിടിക്കാൻ പോകണം. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണ്? 60 മിനിറ്റ് ആണ്. അപ്പോൾ വീണ്ടും ഒരു 60 ചെയ്തു. ടോട്ടൽ എത്ര മണിക്കൂറുണ്ട് ഒരു ദിവസം? 24 മണിക്കൂറല്ലേ ഒരു ദിവസം. അതാണ് ഇൻറ്റു 24 എന്ന് പറയുന്നത്. അത് എത്ര ദിവസം ഉണ്ടാവും? ഒരു കൊല്ലം എത്ര ദിവസം ഉണ്ട്? 365 ഡേയ്സ് ഉണ്ട്. നമുക്കിത് ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? ലൈറ്റ് ഇയർ ഒരു കൊല്ലം ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്. ഏകദേശം 10 ട്രില്യൻ്റെ അടുത്ത് വരും. കാൽക്കുലേറ്റർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? 9.46 ഇൻറ്റു 10⁻12 കിലോമീറ്റർ നമുക്ക് കാണാൻ പറ്റും. Which is the convenient unit to express distance from Earth to the star തിരുവാതിര. നമ്മൾ ഏത് യൂണിറ്റിലാണ്? എർത്തും ഒരു സ്റ്റാറാണ് തിരുവാതിര. അതിൻ്റെ യൂണിറ്റ് നമുക്ക് ഏതിലാണ് പറയാം? എന്താ പറയാം? സണ്ണിൻ്റെയും എർത്തിൻ്റെ ഒക്കെ ഡിസ്റ്റൻസുകൾ നമ്മൾ എന്തിലാണ് പറയാം? ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. അപ്പോൾ ഏത് യൂണിറ്റാണ് അതിന് യൂസ് ചെയ്യുന്നത്? ആസ്ട്രോണമിക്കൽ യൂണിറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്ലാനറ്റ്സും സ്റ്റാറൊക്കെ തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. നമുക്ക് എന്താണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. തൊട്ട് ആ പേജിൻ്റെ സൈഡിൽ തന്നെ ഒരു ബോക്സ് കാണാം. പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ വൈൽ മെഷറിംഗ് ലെങ്ത്. നമ്മൾ ലെങ്ത്തിൻ്റെ കാര്യമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ലെങ്ത്ത് എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങൾ ജസ്റ്റ് നോക്കാം. എന്താണ് ഫിഗർ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ് ലെങ്ത്ത് എടുക്കുമ്പോൾ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചെടുക്കുക. നമുക്ക് ഫസ്റ്റ് പൊസിഷനിൽ കൊടുത്തതിനാണ് തെറ്റാണ് കണ്ടോ. ആ വുഡൻ ബ്ലോക്കിൽ ലെങ്ത്ത് എടുക്കുന്നത് എങ്ങനെയാണ്? ചിരിച്ച് വെച്ചു അല്ലേ. അപ്പോൾ ചിരിച്ച് വെച്ചെടുക്കുമ്പോൾ ലെങ്ത്തിന് വ്യത്യാസം വരും. അപ്പോൾ സെക്കൻഡ് ഫിഗർ കറക്റ്റാണ്. 8.9B ആണ് കറക്റ്റ്. നമ്മൾ ഏത് വസ്തുവിൻ്റെ ആണോ മെഷർ ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് പാരലായിട്ട് നേരെയാണ് നമ്മൾ സ്കെയിൽ വെക്കേണ്ടത്. ചിരിച്ചൊന്നും വെക്കരുത്. കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വേണം സ്കെയിൽ വയ്ക്കാൻ. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷൻ എടുക്കുമ്പോൾ നമ്മൾ ആ സ്കെയിലിൽ പൊസിഷൻ എടുക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ എടുക്കണം? അല്ല 3 ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒരു കുട്ടി തന്നെ ഒരു പെൻസിലിൻ്റെ നീളം എടുത്തപ്പോൾ ആദ്യത്തെ കുട്ടിക്ക് കിട്ടിയത് 8.5 എന്നാണ് കിട്ടിയത്. രണ്ടാമത്തെ കുട്ടിക്ക് കിട്ടിയത് 8 എന്ന് കിട്ടി. മൂന്നാമത്തെ കുട്ടിക്ക് 7.5 കിട്ടി അല്ലേ. അപ്പം നടുക്കിരിക്കുന്ന കുട്ടി നേരെ ഇരിക്കുന്നത് അല്ലേ. മറ്റു 2 കുട്ടികൾ സൈഡിലേക്ക് ചെരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ആ വ്യത്യാസം മെഷർമെൻറ്റിൽ ആ വ്യത്യാസം വന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ അവിടെ എടുക്കണം സ്ട്രെയിറ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും നമ്മളെപ്പോഴും മെഷർമെൻറ്റ് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാം എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കുന്നത് കേട്ടോ.
അപ്പോൾ നമ്മൾ അത് പഠിച്ചു. ഇനി നമുക്ക് അപ്പോൾ നമ്മൾ ഈ ലെങ്ത് സ്കെയിലിൻ്റെ ലെങ്ത്തൊക്കെ നമ്മൾ ജസ്റ്റ് ആക്ടിവിറ്റി ആണെന്ന് ഇനി അടുത്തതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ മാസമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ജസ്റ്റ് മാസം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് പഠിച്ചത് നമ്മൾ ചെറിയൊരു പോർഷനാണ് പഠിച്ചിട്ടുള്ളൂ. ആ പോർഷൻ കറക്റ്റായിട്ട് പഠിക്കുക. ഇന്ന് പഠിച്ചത് തന്നെ ലെങ്ത്തിൻ്റെ വേറെ യൂണിറ്റ്സാണ് പഠിച്ചത്. ലെങ്ത്തിൻ്റെ യൂണിറ്റ്സ് ആയി എന്ത് പഠിച്ചു? നമ്മൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് പഠിച്ചു, ലൈറ്റ് ഇയർ പഠിച്ചു, പാർസെക്ക് പഠിച്ചു. പിന്നെ ലെങ്ത്തിൻ്റെ യൂണിറ്റ്സ് ഏതൊക്കെയാണ്? ബേസിക് യൂണിറ്റ് മീറ്റർ ആണ്. ചെറിയ യൂണിറ്റ്സ് ഏതൊക്കെയാണ്? സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, നാനോമീറ്റർ, ഇതൊക്കെയാണ് ചെറിയ യൂണിറ്റ്സ്. വലിയ ഡിസ്റ്റൻസ് ഒക്കെ ലെങ്ത് ഒക്കെ അളക്കാനാണ് നമ്മൾ എന്ത് യൂണിറ്റ് ഉപയോഗിക്കും? കിലോമീറ്റേഴ്സ് ഉപയോഗിക്കും. ഇനി സോളാർ സിസ്റ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സണ്ണിൻ്റെ എർത്തിൻ്റെ ഡിസ്റ്റൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ട ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. എന്താണ് 15 crore കിലോമീറ്റർ ആണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ലൈറ്റ് ഇയർ പറഞ്ഞു. ലൈറ്റ് ഇയർ എന്താണ്? ഒരു വർഷം കൊണ്ട് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് ലൈറ്റ് ഇയർ. അപ്പോൾ ഒരു കൊല്ലം ലൈറ്റ് എന്തോരം ട്രാവൽ ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഇനി എന്താണ് അടുത്ത് പഠിച്ചത്? പാർസെക്ക് പഠിച്ചു അല്ലേ? പാർസെക്ക് എന്ന് പറയുന്നത് 3.26 ലൈറ്റ് ഇയർ ആണ് ഒരു പാർസെക്ക് എന്ന് പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ച് നമ്മൾ കുറച്ച് എങ്ങനെ പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, ഒരു മെഷർമെൻറ്റ് എടുക്കുന്ന പ്രിക്കോഷൻസ് എന്തൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടതെന്ന് പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് മാസമാണ്. അപ്പോൾ നമുക്ക് നാളെ എടുക്കാം. ശരി, എല്ലാവരും നോട്ട് ചെയ്താൽ സംശയം ചോദിക്കും. ബൈ.